മാസ്റ്റർ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റേ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് ബേസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിൻ്റെ ടോപ്പിക്കിനകത്ത് നമുക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കാണ് ആസിഡ് ബേസ് എന്ന് ചോദിക്കുന്നത് എന്നുള്ളത്. കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്നത് 3 കൺസെപ്റ്റാണ് ആസിഡ് ബേസിൻ്റെ. ആ 3 കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് HSIB പ്രിൻസിപ്പിൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ടോപ്പിക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു +2 ലെവൽ പോർഷനുമാണ്, നമ്മുടെ ഡിഗ്രി ലെവൽ പോർഷനുമാണ്, എന്നാൽ PG ലെവൽ പോർഷനുമാണ്. മൂന്നിലും ഒരേ കണക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇത് മൂന്നെണ്ണം. അപ്പം അത് മൂന്നും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ബ്രോൺസ്റ്റഡ് ബേസ്? ഇതിലേതാണ് ബ്രോൺസ്റ്റഡ് ബേസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ബ്രോൺസ്റ്റഡ് ആസിഡ്, എന്താണ് ബ്രോൺസ്റ്റഡ് ബേസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ആസിഡ് ബേസിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3 കൺസെപ്റ്റ് ഉണ്ട്: അറീനിയസ്, ലോറി ബ്രോൺസ്റ്റഡ്, ലുവിസ്. ഇങ്ങനെ 3 കൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ആസിഡ് ബേസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ബ്രോൺസ്റ്റഡ് ബേസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ആ 3 കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതിനകത്ത് നമുക്ക് ഓക്കെ, ആദ്യം വരുന്ന കൺസെപ്റ്റ് അറീനിയസ് കൺസെപ്റ്റാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അറീനിയസ് ആണ്. അറീനിയസിൻ്റെ ആസിഡ്, അറീനിയസിൻ്റെ ബേസ്. ഈ എ എന്ന് പറഞ്ഞാൽ ആസിഡും ബി എന്ന് പറഞ്ഞാൽ ബേസും ആണ്. അറീനിയസ് ആസിഡ്, അറീനിയസ് ബേസ്. ഓക്കെ, രണ്ടാമത്തത് ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ആണ്. ബ്രോൺസ്റ്റഡിലും ആസിഡും ഉണ്ട്, ബേസും ഉണ്ട്. ഓക്കെ, ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ആണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് ലുവിസ് കൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് ലുവിസിനകത്തും ആസിഡും ഉണ്ട്, ബേസും ഉണ്ട്. ഇങ്ങനെ 3 കൺസെപ്റ്റാണ് നമുക്ക് വരുന്നത്: അറീനിയസ്, ലോറി ബ്രോൺസ്റ്റഡ്, ലുവിസ്. ഓരോ കൺസെപ്റ്റിലും ആസിഡ് ബേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അറീനിയസ് കൺസെപ്റ്റ് ആണെങ്കിൽ ആസിഡ് എന്ന് പറയുന്നത് H+ ഡോണറാണ്. ആരെങ്കിലും H+ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആസിഡ്. ബേസ് എന്ന് പറയുന്നത് OH- ഡോണറാണ്. ആരെങ്കിലും OH- കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ബേസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അറീനിയസ് കൺസെപ്റ്റ് ആസിഡ് H+ ഡോണർ ആണെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ HCl-നെ H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് അറീനിയസ് കൺസെപ്റ്റ് വെച്ച് ആസിഡാണ്. ദെൻ ബേസ് എന്ന് പറയുമ്പോൾ NaOH-ന് OH- കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് ബേസ് ആണ്. അതാണ് അറീനിയസ് കൺസെപ്റ്റ്. ലോറി ബ്രോൺസ്റ്റഡ് ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം വരും. ആസിഡ് എന്ന് പറയുന്നത് H+ ഡോണർ തന്നെയാണ്, H+ ഡോണർ. ഓക്കെ, എന്നാൽ ബേസ് എന്ന് പറയുന്നത് ആ H+ അക്സെപ്റ്റർ ആണ്. H+നെ മേടിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ H+ ഡോണർ, ഇവിടെ H+ ഡോണർ തന്നെയാണ്. ഇവിടെ OH- ഡോണറിന് പകരം ഇവിടെ H+ അക്സെപ്റ്റർ ആണ്. ഓക്കെ, ആരെങ്കിലും H+നെ മേടിക്കുന്നുണ്ടെങ്കിൽ അവർ എന്തായിട്ട് ആക്ട് ചെയ്യും? ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ലാസ്റ്റ് ലുവിസ് കൺസെപ്റ്റ് ആണ്. ഇവിടെ ഹൈഡ്രജനും OH ഒന്നും ഇല്ലാത്ത കേസിലാണ് നമ്മൾ ലുവിസ് കൺസെപ്റ്റ് പറയുന്നത്. ഇലക്ട്രോൺ പെയറിനെ വെച്ചിട്ടാണ് ലുവിസ് കൺസെപ്റ്റ് പറയുന്നത്. ലുവിസ് കൺസെപ്റ്റിന്റെ ബേസിൽ ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററും ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണറുമാണ്. ഇതാണ് അവരുടെ കൺസെപ്റ്റ്. ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററും ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണറുമാണ്. സോ ഈ 3 കൺസെപ്റ്റുമാണ് നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് ആ 3 കൺസെപ്റ്റാണ് എടുത്ത് പറഞ്ഞേക്കുന്നത് ഫിസിക്കലിനകത്ത്. അപ്പം അറീനിയസ്, ലോറി ബ്രോൺസ്റ്റഡ്, ലുവിസ് 3 കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അറീനിയസ് ആസിഡ് ആകുമ്പോൾ H+നെ കൊടുക്കും, ബേസ് ആകുമ്പോൾ OH- കൊടുക്കും. ലോറി ബ്രോൺസ്റ്റഡ് ആകുമ്പോൾ ആസിഡ് ആകുമ്പോൾ H+നെ കൊടുക്കും, ബേസ് ആകുമ്പോൾ H+നെ അക്സെപ്റ്റ് ചെയ്യും. ദെൻ ലുവിസിനകത്ത് HOH വെച്ചല്ല നമ്മൾ പറയുന്നത്, ഇലക്ട്രോൺ പെയർ വെച്ചിട്ടാണ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ആസിഡ് എന്നും ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്തെന്ന് വിളിക്കും? ബേസ് എന്നും വിളിക്കും. ഇതാണ് നമ്മുടെ 3 കൺസെപ്റ്റ്. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് പറയുന്നത്, ആരാണ് ബ്രോൺസ്റ്റഡ് ബേസ് എന്നാണ്. ബ്രോൺസ്റ്റഡ് ബേസ് ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആരാണ് ബ്രോൺസ്റ്റഡ് ബേസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കറിയാം ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് പറഞ്ഞാൽ H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ആർക്കാണ് H+നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.
ഇതിൽ ആർക്ക് എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എച്ച് പ്ലസിനെ ഒന്ന് കൊടുത്തു നോക്കാം, എന്നിട്ട് എന്ത് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ NO3-1 ആണ് കേട്ടോ, ജസ്റ്റ് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. NO3- ആണ്. ഇവിടെ H3O പ്ലസ് CH3COH NH4+1 ആണ് കേട്ടോ, 1+. ഓക്കെ, അത് ആ ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പം നമുക്ക് ഓരോരുത്തരും എടുത്തിട്ട് എച്ച് പ്ലസിന് ഒന്ന് കൊടുത്തു നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് NO3- ആണ്. NO3-. അപ്പം ബേസ് ആകണമെങ്കിൽ എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എച്ച് പ്ലസിനെ ആഡ് ചെയ്യുകയാണ്. എച്ച് പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് പ്ലസും മൈനസും ക്യാൻസൽ ആവും. പിന്നെ കിട്ടുന്നത് HNO3 ആണ്. HNO3. അപ്പം ഇതിന് എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം HNO3 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് നോൺ ആണ്. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അത് നൈട്രിക് ആസിഡ് ആണ്. അത് ആസിഡ് ആയതുകൊണ്ട് ഇത് ആസിഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എച്ച് പ്ലസിനെ വേടിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, ആസിഡ് ആയിട്ടുള്ള HNO3 ആയിട്ട് മാറുന്നത്. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആരെങ്കിലും എച്ച് പ്ലസിനെ വേടിക്കാൻ അയാൾക്ക് പറ്റുമെങ്കിൽ അയാൾ എന്താണ്, ബ്രോൺസ്റ്റഡ് ബേസ് ആണ്. NO3- എച്ച് പ്ലസിനെ വേടിക്കാൻ പറ്റും, കാരണം അത് എന്തായിട്ട് മാറും, HNO3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് വേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ NO3- വേടിക്കാൻ പറ്റും. ഇനി H3O+, ഞാൻ H3O+ എടുക്കുന്നു. H3O+-നകത്തോട്ട് ഒരു എച്ച് പ്ലസിനെയും കൂടെ കൊടുക്കുന്നു. ഇനി അയാൾക്ക് വേടിക്കാൻ പറ്റില്ല, കാരണം H3O+ എങ്ങനെ ഉണ്ടായത്, H2O എച്ച് പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോഴാണ് H3O+ കിട്ടിയത്. H2O ആരുമായിട്ട് കമ്പൈൻ ചെയ്തു, എച്ച് പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് H3O+ കിട്ടുന്നത്. ഇനി ഇതിനാരെ വേടിക്കാൻ പറ്റത്തില്ല, എച്ച് പ്ലസിനെ വേടിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ വേടിച്ചാൽ ഇങ്ങനെ കിട്ടും, H4O2+ എന്നും പറഞ്ഞ് വരും. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. അപ്പം ഈ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ H3O+ന് വേടിക്കാൻ പറ്റത്തില്ല. നാലാമത്തെ CH3COOH ആണ്. ഇത് അസറ്റിക് ആസിഡ് ആണ്. നിങ്ങൾക്കറിയാം, ഇതിനൊരിക്കലും എച്ച് പ്ലസിനെ വേടിക്കാൻ പറ്റില്ല, എച്ചിനെ കളയാനേ പറ്റും. കാരണം ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, CH3COO- കിട്ടും, കൂടെ എന്തിനേയും കൂടെ കിട്ടും, എച്ച് പ്ലസിനെയും കൂടെ കിട്ടും. അപ്പോൾ ഇത് എച്ച് പ്ലസിനെ കളയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ആക്ച്വലി ബ്രോൺസ്റ്റഡ് ആസിഡ് ആണ്. പിന്നെ അടുത്തത് NH4+. ആക്ച്വലി NH3 നമ്മൾ നേരത്തെ വാട്ടറിൻ്റെ കേസ് പറഞ്ഞ കണക്ക് തന്നെയാണ്. NH3 എച്ച് പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് NH4+ കിട്ടുന്നത്. ഇനി ഈ NH4+ന് വീണ്ടും ഒരു എച്ച് പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ആവും, NH5+. ഒരു എച്ച് പ്ലസും കൂടെ വരുമ്പോൾ NH3 NH4 NH5 ആവും. ഒരു പ്ലസും കൂടെ വരുമ്പോൾ പ്ലസും ചേർന്ന് 2+ ആവും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റിംഗ് അല്ല. അപ്പം ഇയാൾക്കും വേടിക്കാൻ പറ്റില്ല, ഇയാൾക്കും വേടിക്കാൻ പറ്റില്ല, ഇയാൾക്കും വേടിക്കാൻ പറ്റില്ല. അപ്പോൾ ആർക്ക് മാത്രമാണ് ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്, എച്ച് പ്ലസിനെ വേടിക്കുന്ന ആൾക്ക്. എച്ച് പ്ലസിനെ വേടിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അയാൾ NO3- ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഏതെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു കണ്ടീഷൻ അതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇവിടെ നമ്മുടെ അടുത്ത് ബ്രോൺസ്റ്റഡ് ബേസ് ആണ് ചോദിച്ചത്. ബേസ് ആണെങ്കിൽ എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആർക്കാണ് എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ നോക്കുക. വെറുതെ നോക്കിയാൽ പോരാ, എച്ച് പ്ലസിനെ നിങ്ങൾ കൊടുത്തിട്ട് ആ കിട്ടുന്ന ആളെ നോക്കുക. കിട്ടുന്ന ആൾ നിങ്ങൾക്ക് നോൺ ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണെങ്കിൽ എച്ച് പ്ലസിനെ മേടിക്കാൻ പറ്റും. എച്ച് പ്ലസിന് മേടിക്കുമ്പോൾ HNO3 കിട്ടും, നിങ്ങൾക്ക് അത് അറിയാം, HNO3 ഉണ്ട്. പക്ഷെ ഒരിക്കലും H4O2+ എന്ന് പറയുന്ന ആളില്ല. അതാണ് ഇവിടെ എച്ച് പ്ലസിന് കൊടുത്തു കഴിഞ്ഞാൽ CH3COOH2+ എന്ന് പറഞ്ഞ് വരും. ഇവിടെ 2 H ആകുമ്പോൾ H2 മുകളിലൊരു പ്ലസും കൂടെ വരും. അങ്ങനെ ഒരാൾ എക്സിസ്റ്റിംഗ് അല്ല. അത് കണക്കാൻ ഇവിടെ NH5+2 എക്സിസ്റ്റിംഗ് അല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ്, ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് H2PO-. അപ്പം H2PO- കോൺജുഗേറ്റ് ബേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, PO3 ആയിരിക്കും കേട്ടോ. PO4 ആണ് കേട്ടോ, അത് എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. H2PO4- ആണ് കേട്ടോ, H2PO4- ഇതാണ് ആള് കേട്ടോ, ജസ്റ്റ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പം ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റിലാണ്. ബ്രോൺസ്റ്റഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് നമുക്ക് കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, എന്താണ് കോൺജുഗേറ്റ് ബേസ്, എന്താണ് കോൺജുഗേറ്റ് ആസിഡ്?
ആസിഡ് ഒരാൾ ബ്രോൺസ്റ്റഡ് ആസിഡ് ആണെങ്കിൽ അയാൾക്ക് കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടായിരിക്കും. അതായത് ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിട്ടുള്ള എല്ലാവർക്കും കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പം ബ്രോൺസ്റ്റഡ് ഞാനത് എടുത്തെഴുതാം, കാരണം നമുക്ക് 3 കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിനനുസരിച്ച് നമ്മൾ പറയാവൂ. ബ്രോൺസ്റ്റഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് കോഞ്ചുഗേറ്റ് ആസിഡും കോഞ്ചുഗേറ്റ് ബേസും വരുന്നത്. അപ്പം ബ്രോൺസ്റ്റഡ് ആസിഡ് ആണെങ്കിൽ അതിന് കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ബേസ് ഉള്ള എല്ലാവരും ബ്രോൺസ്റ്റഡ് ആസിഡ് ആണ്. എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആസിഡിൽ നിന്ന് H+നെ കളയാം. ആസിഡിൽ നിന്ന് ഒരു H+നെ കളയാം. ആസിഡിൽ നിന്ന് ഒരു H+നെ കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോഞ്ചുഗേറ്റ് ബേസ് കിട്ടും. ഇനി ബ്രോൺസ്റ്റഡ് ബേസ് ആണെങ്കിൽ, ഒരാൾ ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾക്ക് കോഞ്ചുഗേറ്റ് ആസിഡ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ആസിഡുള്ള എല്ലാവരും ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എടുത്തേക്കുന്ന ബേസ് ഏതാണോ നിങ്ങൾ എടുത്തേക്കുന്ന ബേസ്, അതിനോടൊപ്പം H+നെ ആഡ് ചെയ്യാം. അപ്പോൾ 2 കേസാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് കേസിൽ ആസിഡിൽ നിന്ന് H+നെ കളഞ്ഞാൽ കോഞ്ചുഗേറ്റ് ബേസ് കിട്ടും. ബേസിനോടൊപ്പം H+നെ ആഡ് ചെയ്താൽ കോഞ്ചുഗേറ്റ് ആസിഡ് കിട്ടും. ഈ 2 കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കോഞ്ചുഗേറ്റ് ബേസ് ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ കോഞ്ചുഗേറ്റ് ബേസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആളൊരു ആസിഡാണ്. ഇതൊരു ആസിഡാണ്. കാരണം ആസിഡ് ആയതുകൊണ്ടാണ് അയാൾക്ക് എന്ത് വന്നത്? കോഞ്ചുഗേറ്റ് ബേസ് വന്നത്. കോഞ്ചുഗേറ്റ് ആസിഡ് എന്നാ പറഞ്ഞെങ്കിൽ അയാളൊരു ബേസ് ആയിരുന്നു. അപ്പോൾ ഇയാളൊരു ആസിഡാണ്. നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? കോഞ്ചുഗേറ്റ് ബേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോഞ്ചുഗേറ്റ് ബേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന? ആസിഡിൽ നിന്ന് H+നെ കളയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആസിഡിൽ നിന്ന് H+നെ കളയുക. ആസിഡ് ആരാ? H2PO4 മൈനസ് ആണ്. അതിൽ നിന്ന് ഒരു H+നെ കളയുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു H+ പോകുമ്പോൾ ബാക്കി എന്ത് വരും? H മാത്രമോ? 2H നിന്ന് ഒരു H പോകും. പിന്നെന്ത് വരും? PO4, HPO4. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഒരു H+ പോകുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മൈനസ് ചാർജ് കൂടെ വരും. അപ്പോൾ മൊത്തം എത്ര മൈനസായി? 2 മൈനസ്. അപ്പോൾ ആൻസർ എന്തോ വരുന്നത്? HPO4 2 മൈനസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിയിലാണ് നമുക്ക് HPO4 2 മൈനസ് വരുന്നത്. ബാക്കിയൊന്നും നമ്മുടെ ആൻസർ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോഞ്ചുഗേറ്റ് ബേസ്, കോഞ്ചുഗേറ്റ് ആസിഡ് കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചേക്കുക. ഓക്കെ, എക്സാമിന് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. കോഞ്ചുഗേറ്റ് ആസിഡ്, കോഞ്ചുഗേറ്റ് ബേസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റിനും നെറ്റിനും സെറ്റിനും ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ +2 ലെവലിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ അവരത് സ്ഥിരം നമ്മുടെ PG ലെവൽ എക്സാംസിനും ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, സെറ്റിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. സിമ്പിളാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, കോഞ്ചുഗേറ്റ് ബേസും കോഞ്ചുഗേറ്റ് ആസിഡും ഉണ്ടെങ്കിൽ, കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടെങ്കിൽ അയാൾ ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിരിക്കും. കോഞ്ചുഗേറ്റ് ആസിഡ് ഉണ്ടെങ്കിൽ അയാൾ ബ്രോൺസ്റ്റഡ് ബേസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബഫർ? ഇതിൽ ഏതൊക്കെ പെയേഴ്സ് ആണ് ബഫറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ബഫർ എന്താണ്? ബഫർ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതായത് ചെറിയ എമൗണ്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ബഫർ. നമ്മൾ ചെറിയ എമൗണ്ടിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ pHന് വലിയ വ്യത്യാസം വരത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബഫർ എന്ന് വിളിക്കുന്നത്. 2 ടൈപ്പ് ബഫറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നോർമൽ ബഫർ, 2 മിക്സഡ് ബഫർ. 2 ടൈപ്പ് ബഫറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നോർമൽ ബഫറും 2 മിക്സഡ് ബഫർ. അപ്പം ബഫർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ബഫർ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഒരാളിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അതിൻ്റെ pH ചേഞ്ച് ചെയ്യത്തില്ല. pH ചേഞ്ച് ചെയ്യാതെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ബഫർ. ഇപ്പം ഞാനൊരു ബഫർ ആണെങ്കിൽ
എന്നിലോട്ട് നിങ്ങൾ ഇപ്പം സ്ട്രോങ് ആസിഡോ അല്ലെങ്കിൽ ഇപ്പോൾ HCl H2SO4 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആസിഡിനെയോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബേസിനെയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ pH എത്രയാണോ അതിനെ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകും. അത് ആഡ് ചെയ്താലും എൻ്റെ pHന് വലിയ വ്യത്യാസം വരത്തില്ല. എന്നാൽ വേറുള്ള കേസിൽ അങ്ങനെയല്ല. ബഫർ അല്ലാത്ത ഒരാളിലോട്ട് നമ്മൾ സ്ട്രോങ് ആസിഡിനെയോ സ്ട്രോങ് ബേസിനെയോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ pH ചേഞ്ച് ആവും. പക്ഷെ ബഫറിൻ്റെ pH ചേഞ്ച് ആവാതെ റെസിസ്റ്റ് ചെയ്യും. ഇനി ബഫർ നമുക്ക് നോർമലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമൽ ബഫറും ഉണ്ട്, രണ്ടാമത്തത് മിക്സഡ് ബഫറും ഉണ്ട്. നോർമൽ ബഫർ എന്ന് പറയുന്നത് വീക്ക് ആസിഡും വീക്ക് ബേസും കൂടെ ചേരുന്നതാണ്. വീക്ക് ആസിഡും വീക്ക് ബേസും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ നോർമൽ ബഫർ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് നമുക്ക് മിക്സഡ് ബഫർ ഉണ്ട്. ഈ മിക്സഡ് ബഫർ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഒന്നാമത്തേന്ന് പറയുന്നത് അസിഡിക് ബഫർ, രണ്ടാമത്തത് ബേസിക് ബഫർ. അസിഡിക് ബഫറും ബേസിക് ബഫറും. അപ്പം മിക്സഡ് ബഫർ എന്ന് പറയുമ്പോൾ മിക്സ് ചെയ്യാണ്. അപ്പം മിക്സ് ചെയ്യുന്ന ബഫേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. നോർമൽ ബഫർ അല്ലെങ്കിൽ സിമ്പിൾ ബഫർ എന്ന് പറയുമ്പോഴത്തേക്ക് വീക്ക് ആസിഡും വീക്ക് ആയിരിക്കണം, ബേസും വീക്ക് ആയിരിക്കണം. ഇതിന് രണ്ടിൻ്റെയും കൂടെ മിക്സ്ഡാണ് നമുക്ക് ബഫറായിട്ട് മാറുന്നത്. ഓക്കെ, എന്നാൽ മിക്സഡ് ബഫർ 2 ടൈപ്പ് ഉണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. ഇനി എന്താണ് അസിഡിക് ബഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക് ആസിഡ് നമ്മൾ എടുക്കുന്നു, സാൾട്ട് ഓഫ് വീക്ക് ആസിഡും സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡ് നമ്മൾ എടുക്കും, എന്നിട്ട് ആ വീക്ക് ആസിഡിനെ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ഈ വീക്ക് ആസിഡ് തന്നെ എടുത്തിട്ട് ഒരു വീക്ക് ആസിഡ് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചേക്കുകയാണ്. അടുത്ത പാത്രത്തിൽ സെയിം വീക്ക് ആസിഡിനെ തന്നെ എടുത്തിട്ട് ഒരു സ്ട്രോങ് ബേസിനെ ആഡ് ചെയ്തിട്ട് ഒരു സാൾട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഇതിനെ രണ്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് അസിഡിക് ബഫർ. ഓക്കെ, ബേസിക് ബഫർ ആകുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് മാറും, വീക്ക് ബേസ് ആവും. ആദ്യം വീക്ക് ബേസ് എടുക്കും, എന്നിട്ട് സാൾട്ട് ഓഫ് വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. വീക്ക് ബേസ് എടുക്കും. ബേസിക് ബഫർ ആകുമ്പോൾ വീക്ക് ബേസ്, ആസിഡ് സ്ട്രോങ്. അസിഡിക് ബഫർ ആകുമ്പോൾ വീക്ക് ആസിഡ്, ബേസ് സ്ട്രോങ്. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇതാണ് മിക്സഡ് ബഫർ. മിക്സഡ് ബഫർ 2 ടൈപ്പ് ഉണ്ട്, അസിഡിക്കും ബേസിക്കും. അസിഡിക് ആകുമ്പോൾ വീക്ക് ആസിഡ്, ആ വീക്ക് ആസിഡ് തന്നെ സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സാൾട്ടും ഈ വീക്ക് ആസിഡും കൂടെ മിക്സ് ചെയ്യും. ബേസിക് ബഫർ ആകുമ്പോൾ വീക്ക് ബേസ് എടുക്കും, ആ എടുത്ത വീക്ക് ബേസ് തന്നെ വേറൊരു സ്ട്രോങ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തൊരു ഇത് കിട്ടും, അത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഇതാണ് ബഫർ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിലേത് പെയറാണ് ബഫർ എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എടുത്തേക്കുന്ന എല്ലാം വീക്ക് ആസിഡാണ്. വീക്ക് ആസിഡേ വരാൻ പാടുള്ളൂ. നമുക്ക് ആദ്യം നോക്കാം. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ് അല്ലേ? നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് നോർമൽ ആണെങ്കിൽ രണ്ടും വീക്ക് ആയിരിക്കണം. അതല്ല മിക്സ്ഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വീക്ക് ആസിഡും വീക്ക് ബേസും വേണം വരാനായിട്ട്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ ബി ആണ് ഞാൻ പറയുന്നത്. NaOH ഇതൊരു സ്ട്രോങ് ബേസ് ആണ്. പ്ലസ് NaCl ഒരു സാൾട്ട് ആണ്. ഏതൊക്കെ ചേരുന്നതായിരിക്കും NaCl എന്ന് പറയുന്ന സാൾട്ട്? വേണ്ട, നമ്മളെങ്ങനെ സാൾട്ടിനെ കണ്ടുപിടിക്കുന്നത്? NaCl അതിനെ ആദ്യം ഒന്ന് അയണൈസ് ചെയ്യുക. എന്തൊക്കെ കിട്ടും? Na+ കിട്ടും, Cl- കിട്ടും അല്ലേ? സാൾട്ടാണ് തരുന്നത്. കാരണം NaCl നിങ്ങൾക്കറിയാം ആസിഡോ ബേസോ അല്ലേ, ഇതൊരു സാൾട്ടാണ്. സാൾട്ടാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ അതിനെ അയണൈസ് ചെയ്യുക. അയണൈസ് ചെയ്തിട്ട് H+നെയും OH- കൊടുക്കുക. എന്തിനേയും കൊടുക്കണം? H+നെയും OH-. അറിയാമല്ലോ, Na+ ആണ്, അതുകൊണ്ട് മൈനസ് വേണം കൂടെ വരാൻ. അപ്പോൾ കൂടെ വരുന്നത് ആരാ? NaOH അല്ലേ, പ്ലസ്. പിന്നെ Cl- ആണ്, Cl- കൂടെ H വരണം, HCl. അപ്പം അത് രണ്ടും കൂടെ ചേരുന്ന സാൾട്ടാണ് NaCl. NaOH HCl. സിമ്പിൾ ആണ്. അതാണ്ട് ഇവിടുത്തെ OH ഇവിടുത്തെ H കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തും NaCl കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ അയണൈസ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നോക്കുക, ഇത് സ്ട്രോങ് ബേസ് ആണ്, ഇത് സ്ട്രോങ് ബേസ് ആണ്, ഇത് സ്ട്രോങ് ആസിഡ് ആണ്. എല്ലാവരും സ്ട്രോങ് ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് വീക്ക് ആയിരിക്കണം. പിന്നെ സാൾട്ട് കിട്ടുന്നത് വീക്കിൻ്റെയും സ്ട്രോങ്ങിൻ്റെയും കൂടെ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ്, ബഫർ അല്ല. ഇനി ഇത് നമുക്ക് നോക്കാം. HCl എന്ത് ആസിഡാ? സ്ട്രോങ് ആസിഡാണ്. KCl എങ്ങനെ അയണൈസ് ചെയ്യുന്നത്? K+ഉം Cl-. പ്ലസിൻ്റെ കൂടെ മൈനസ് വരിക, H+OH- അല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ പ്ലസിൻ്റെ കൂടെ OH- വരും. അപ്പോൾ എന്തൊക്കെയാണ്? KOH
പ്ലസ് എച്ച് പ്ലസും സി എല്ലും കൂടെ ചേർന്ന് എച്ച് സി എൽ, രണ്ടും സ്ട്രോങ് ആണ്. അപ്പം ഇതുമല്ല ആൻസർ. സ്ട്രോങ് വരാൻ പാടില്ല, എന്തേ വരാൻ പാടുള്ളൂ, വീക്കേ വരാൻ പാടുള്ളൂ. വീക്കും സാൾട്ടിനകത്ത് ഒരെണ്ണം സ്ട്രോങ്ങും ആയിരിക്കും. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. HNO3. HNO3 ആരാ? സ്ട്രോങ് ആസിഡ് ആണ്. HNO3 സ്ട്രോങ് ആസിഡ് ആണ്. NH4NO3. NH4NO3 എന്ന് പറയുമ്പോഴത്തേക്ക് NH4 പ്ലസും NO3 മൈനസും. അപ്പം എന്തൊക്കെ കിട്ടും? NH4OH കിട്ടും, HNO3 കിട്ടും അല്ലേ? ഇവിടെ നമുക്ക് HNO3 സ്ട്രോങ് ആസിഡ് ആണ്, ഇത് വീക്ക് ബേസ് ആണ്. NH4OH വീക്ക് ബേസ് ആണ്, ഇത് സ്ട്രോങ് ആസിഡ് ആണ്. ഇതൊരിക്കലും വരത്തില്ല. ഇത് കറക്റ്റ് ആയേനെ, ഇത് എന്തായിരുന്നെങ്കിൽ വീക്ക് ആസിഡ് ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയ, ഇത് വരത്തില്ല. ഓപ്ഷൻ സി അല്ല. ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. HNO2. HNO2 ഇതൊരു വീക്ക് ആസിഡ് ആണ്. HNO2 കൂടെ വരുന്നത് ആരാ? NaNO2. NaNO2 ഇതിനെ അയണൈസ് ചെയ്തേ. Na പ്ലസും NO2 മൈനസും. ആരൊക്കെയാ വരുന്നത്? H പ്ലസ് OH മൈനസും. പ്ലസിന്റെ കൂടെ മൈനസ് വരണം, OH മൈനസ്. ഇയാളുടെ കൂടെ പ്ലസ് വരണം, H പ്ലസ്. ഒന്ന് പറഞ്ഞേ. NaOHും HNO2. അപ്പം HNO2ഉം NaOHും ശരിയല്ലേ? ഇതിനകത്ത് ഇതാരാ? വീക്ക് ആസിഡ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാരാ? സ്ട്രോങ് ബേസ് ആണ്. കറക്റ്റ് ആയില്ലേ? ഇതിപ്പോൾ ഏത് ബഫറായി? വീക്ക് ആസിഡും സാൾട്ട് ഓഫ് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ഏത് ബഫറായി? അസിഡിക് ബഫറായി. ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സിമ്പിൾ സാധനമാണ്, പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക. നോർമലി രണ്ടും വീക്ക് ആണെങ്കിൽ അത് നോർമൽ ബഫറാണ്. പിന്നെ മിക്സഡ് ബഫർ ഉണ്ട്. നോർമൽ ബഫർ അല്ലെങ്കിൽ സിമ്പിൾ ബഫർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ മിക്സഡ് ബഫർ ഉണ്ട്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക്കും ഉണ്ട്. അസിഡിക് ആകുമ്പോൾ വീക്ക് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും കൂടെ സാൾട്ട്. മറ്റേത് ബേസിക് ബഫർ ആകുമ്പോൾ വീക്ക് ബേസിൻ്റെയും സ്ട്രോങ് ആസിഡിൻ്റെയും കൂടെ സാൾട്ട്. ഇതാണ് ഐഡിയ. അപ്പോൾ അതിനകത്ത് നിന്ന് സ്ട്രോങ് വീക്ക് നിങ്ങൾ കണ്ടുപിടിക്കുക. എളുപ്പമാണ് സ്ട്രോങ് വീക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അതിൽ സ്ട്രോങ് ആണോ വീക്ക് ആണോ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ചെയ്യുക. കുറച്ച് ആൾക്കാർ സ്ട്രോങ്, കുറച്ച് ആൾക്കാർ വീക്ക്. അത് നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കുക. സ്ട്രോങ്ങിൻ്റെയും വീക്കിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ തന്നെ കൂടുതലായിട്ടും പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സാൾട്ട് വിൽ ഗീവ് ഹയസ്റ്റ് pH ഓൺ വാട്ടർ? ഇതിൽ ഈ സാൾട്ടുകളിൽ ആരാണ് ഹയസ്റ്റ് pH തരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് സാൾട്ട് വിൽ ഗീവ് ഹയസ്റ്റ് pH ഓൺ വാട്ടർ? അപ്പം നമുക്കറിയാം pH നമുക്ക് 0 മുതൽ 14 വരെയുണ്ട് അല്ലേ? pH സ്കെയിലിൽ 0 മുതൽ 14 വരെയുണ്ട്. ഇടയ്ക്കൊരു 7 ഉണ്ട്. ഇവിടെ കിടക്കുന്ന ആൾക്കാരെല്ലാം ആസിഡും ഇവിടെ കിടക്കുന്ന ആൾക്കാരെല്ലാം ബേസുമാണ് അല്ലേ? ഇങ്ങോട്ട് പോകുന്തോറും അസിഡിക് സ്ട്രെങ്ത് കൂടും, ഇങ്ങോട്ട് പോകുന്തോറും ബേസിക് സ്ട്രെങ്ത് കൂടും. pH 0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആസിഡാണ്. pH 14 എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രോങ് ബേസ് ആണ്. അങ്ങോട്ട് പോകുന്തോറും അസിഡിറ്റി കുറയും, ബേസിസിറ്റി കൂടും. ഇങ്ങോട്ട് വരുന്തോറും അസിഡിറ്റി കൂടും, ബേസിസിറ്റി കുറയും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് നമുക്ക് +2 ലെവലിലും ചോദിക്കാറുണ്ട്, +2ൻ്റെ എക്സാംസിനും ചോദിക്കാറുണ്ട്, ഡിഗ്രി ലെവലിൽ ചോദിക്കാറുണ്ട്, PG ലെവലിൽ ഗേറ്റ് എക്സാംസിനും നെറ്റ് എക്സാംസിനും ചോദിക്കാറുണ്ട്. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഡെഫിനറ്റ്ലി നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇത് കണ്ടോ, ഇതെല്ലാം സാൾട്ടാണ്, എല്ലാം സാൾട്ടാണ്. സാൾട്ട് എന്ന് പറഞ്ഞാൽ ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സാൾട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ സാൾട്ട് തന്നിട്ട് ഏതിനാണ് ഹയസ്റ്റ് pH എന്ന് ചോദിച്ചാൽ ആസിഡിനെയും ബേസിനെയും ആ സാൾട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കണം ഹയസ്റ്റ് pH ആണ് വരേണ്ടത്. ഹയസ്റ്റ് pH എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? ബേസ് ആയിരിക്കണം. ഹയസ്റ്റ് pH വരുന്നത് ബേസിനാണ്. അപ്പോൾ ബേസ് അതിനകത്ത് സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് നോക്കാം ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ KCl. ഇതിനെ നമുക്ക് അയണൈസ് ചെയ്യാം. എന്തൊക്കെ കിട്ടും? K+ കിട്ടും, Cl- കിട്ടും. ഇനി ആഡ് ചെയ്യേണ്ട അറിയാമല്ലോ, പ്ലസിൻ്റെ കൂടെ OH മൈനസ്, മൈനസിൻ്റെ കൂടെ H+, OH- ആണ് ആഡ് ചെയ്യേണ്ടത്. കാരണം ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സാൾട്ടിനോടൊപ്പം വാട്ടറും കൂടെ കിട്ടും, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വാട്ടറിനെ തിരിച്ച് സാൾട്ടിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡും ബേസും തിരിച്ചു കിട്ടും. അപ്പോൾ ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സാൾട്ടും വാട്ടറുമാണ്. വാട്ടറിനകത്താണ് ഈ H+, OH- വരുന്നത്. അപ്പോൾ ഈ H+, OH- തിരിച്ച് സാൾട്ടിലോട്ട് ആഡ് ചെയ്താൽ നമുക്ക് ആസിഡും ബേസും തിരിച്ചു കിട്ടും. അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്.
അപ്പം കെ പ്ലസും സി എൽ മൈനസ്, ഇതിനകത്തോട്ട് എച്ച് പ്ലസിന് ഒ എച്ച് മൈനസിന് ആഡ് ചെയ്യുക. ഇവിടുത്തെ ഒ എച്ച് മൈനസ് വരും, ഇവിടെ എച്ച് പ്ലസ് വരും. എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേ? കെ ഒ എച്ചും കിട്ടും, എച്ച് സി എല്ലും കിട്ടും. കെ ഒ എച്ചും എച്ച് സി എല്ലും. ഇത് സ്ട്രോങ് ബേസ് ആണ്, ഇത് സ്ട്രോങ് ആസിഡ് ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എഴുതുന്ന ശ്രദ്ധിച്ചോണേ, രണ്ടും സ്ട്രോങ് ആണെങ്കിൽ പി എച്ച് 7 ആയിരിക്കും. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ പി എച്ച് 7 ആയിരിക്കും. രണ്ടും വീക്ക് ആണെങ്കിൽ അപ്പോഴും പി എച്ച് അപ്രോക്സിമേറ്റ്ലി 7 ആയിരിക്കും. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ പി എച്ച് 7 ആയിരിക്കും, അതായത് ന്യൂട്രൽ ആയിരിക്കും. രണ്ടും വീക്ക് ആണെങ്കിലും പി എച്ച് 7 ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ആസിഡ് സ്ട്രോങ്ങും ബേസ് വീക്കും, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. രണ്ടാമത്തെ കണ്ടീഷൻ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. ഇവിടെ ആരാ സ്ട്രോങ്? ആസിഡ് ആണോ ബേസ് ആണോ സ്ട്രോങ്? ആസിഡ് ആണ്. ആരാണോ സ്ട്രോങ് അയാളുടെ പി എച്ചിലോട്ട് പോകും. അപ്പൊ എന്തായിരിക്കും? പി എച്ച്, ആസിഡിന്റെ പി എച്ച് 7ലും കുറവല്ലേ, പി എച്ച് <<7 ആയിരിക്കും, പി എച്ച് കുറവായിരിക്കും. ബേസ് ആണ് സ്ട്രോങ് എങ്കിൽ 7 കൂടുതലാണ് ബേസ് വരുന്നത്. അപ്പൊ പി എച്ച് എന്തായിരിക്കും? <<7 ആയിരിക്കും. നമ്മുടെ ഇപ്പൊ എന്ത് ചോദിച്ചേക്കുന്ന? ഹയസ്റ്റ് പി എച്ച് ആണ്. ഹയസ്റ്റ് പി എച്ച് ആവണമെങ്കിൽ പി എച്ച് എന്ത് വരണം? 7ലും കൂടുതൽ വരണം. അതല്ലേ ഹയസ്റ്റ് പി എച്ച്. പി എച്ച് കൂടുതലല്ലേ, 0ൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പി എച്ച് കൂടി വരില്ലേ. അപ്പം പി എച്ച് <<7 ആയിരിക്കും. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും വേണം വരാൻ. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും, ഇതിന്റെ പി എച്ച് എന്താ? =7 ആണ്. അതിന്റെ പി എച്ച് 7 ആണ്. അപ്പൊ ഇതിന്റെ പി എച്ച് 7 ആണ്. നമുക്ക് ഓരോന്നിന്റെ പി എച്ച് എഴുതി നോക്കാം. രണ്ടാമത്തത് NaCl ആണ്. NaCl. NaCl അയണൈസ് ചെയ്തേ, Na പ്ലസും Cl മൈനസ്. അറിയാമല്ലോ എന്തൊക്കെ കിട്ടും? NaOH കിട്ടും, ശരിയല്ലേ? പ്ലസിന്റെ കൂടെ മൈനസ് വരും, Clന്റെ കൂടെ HCl, HCl. ഇതും സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ആണ്. സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ആണെങ്കിൽ പി എച്ച് എത്ര ആയിരിക്കും? 7 ആയിരിക്കും. അപ്പൊ ഇതിന്റെയും പി എച്ച് 7 ആണ്. ഓക്കെ, അടുത്തത് Na2CO3. അപ്പൊ Na2CO3 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ Na2CO3. അയണൈസ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ കിട്ടും? Na പ്ലസും കിട്ടും അല്ലേ, CO3 2- കിട്ടും, ശരിയല്ലേ? ഈ 2 ഇങ്ങോട്ട് വരും, അപ്പൊ 2- ആവും. ഇവിടുത്തെ 1 ഇങ്ങോട്ട് വരുമ്പോൾ Na. ഇനി H പ്ലസിനെ കൊടുക്കാം. എന്തൊക്കെ കിട്ടും? NaOH കിട്ടും, ശരിയല്ലേ? മറ്റേടത്ത് എന്ത് കിട്ടും? 2- ആയതുകൊണ്ട് H പ്ലസിനെ അല്ല കൊടുക്കേണ്ടത്. H പ്ലസിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം അവിടെ വരും, 2 H പ്ലസിനെ കൊടുക്കണം കേട്ടോ. കാരണം 2- അല്ലേ, അപ്പൊ 2 H പ്ലസിനെ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് കിട്ടും? H2CO3. കാരണം ചാർജ് ഇല്ലാതെ വരണമല്ലോ, H2CO3. 2 Hനെ കൊടുക്കണം. അതില് ഇത് സ്ട്രോങ് ബേസും ഇത് വീക്ക് ആസിഡുമാണ്. H2CO3 നമ്മളെ കാർബോണിക് ആസിഡ്, നമ്മളെ സോഡ വാട്ടറിലെ ആസിഡ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അത് വീക്കാണ്, ഇത് സ്ട്രോങ് ആണ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും, സ്ട്രോങ് ബേസും വീക്ക് ആസിഡും പി എച്ച് <<7. അപ്പൊ ഇവിടുത്തെ പി എച്ച് <<7 ആണ്, 7ൽ കൂടുതലാണ്. ഇനി ലാസ്റ്റ് വൺ നോക്കാം, CuSO4, കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ CuSO4, കോപ്പർ സൾഫേറ്റ്. എങ്ങനെയൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞേ? Cu2 പ്ലസും then SO4 2-. ഇതാണ് അയണൈസ് ചെയ്യാൻ. ഇതിന്റെ കൂടെ H പ്ലസിനെ കൊടുക്കുന്നു, സോറി ഇതിന്റെ കൂടെ OH മൈനസിനെ കൊടുക്കുന്നു, ഇതിന്റെ കൂടെ H പ്ലസ്. 2+ ആയതുകൊണ്ട് 2 OH മൈനസിനെ കൊടുക്കണം. അപ്പൊ CuOH ട്വൈസും പ്ലസ്. മറ്റേടത്ത് 2- ആയതുകൊണ്ട് 2 H പ്ലസിനെ കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? H2SO4 അല്ലേ? ഇതാരാ? സ്ട്രോങ് ആസിഡ്. ഇതാരാ? വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. സ്ട്രോങ് ആസിഡ് pH <<7. pH <<7. നമ്മളിത് ചോദിച്ചേക്കുന്നത് ഹയസ്റ്റ് പി എച്ച് ആണ്. ഇതിനാർക്ക് ഹയസ്റ്റ് പി എച്ച് 7, 7, <<7, <<7. ഹയസ്റ്റ് പി എച്ച് ആർക്കാ? Na2CO3. സോ ആൻസർ വരുന്നത് Na2CO3. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ. പി എച്ച് വാല്യൂ ഓഫ് ഓർഡിനറി വാട്ടർ ഈസ്. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഓർഡിനറി വാട്ടർ ആണെങ്കിൽ നമ്മൾ നോർമലി വിചാരിക്കുന്നത്
0 മുതൽ 14 വരെയാണ് പി എച്ചിൻ്റെ വാല്യൂ. അതിൽ 7 നമ്മൾ വാട്ടറിൻ്റെ എന്നാണ് പറയുന്നത്, H2ൻ്റെ എന്നാണ് പറയുന്നത്. കറക്റ്റാണ്, H2ൻ്റെ തന്നെയാണ് 7 എന്ന് പറയുന്നത്. പക്ഷെ അത് പ്യുവർ വാട്ടറിൻ്റെ ആണ്. പ്യുവർ വാട്ടറിൻ്റെ ആണ് 7 വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് ഓർഡിനറി വാട്ടർ ആണ്. ഓർഡിനറി വാട്ടറിൻ്റെ പി എച്ച് വരുന്നത് 6.5 മുതൽ 6.8 വരെയാണ്. 6.5നും 6.8നും ഇടയ്ക്കാണ് നോർമൽ വാട്ടറിൻ്റെ, അതായത് ഓർഡിനറി വാട്ടറിൻ്റെ പി എച്ച് വരുന്നത്. പ്യുവർ വാട്ടറിൻ്റെ പി എച്ച് ആണ് 7 വരുന്നത്. ഒരിക്കലും 7 അല്ല, 5.3 അല്ല, 7.8 ആണെങ്കിൽ ഇത് ബേസ് ആയിട്ട് മാറും. ഇതുമല്ല, 6.5 മുതൽ 6.8 വരെയാണ് ഓർഡിനറി വാട്ടറിൻ്റെ പി എച്ച്. പ്യുവർ വാട്ടറിൻ്റെ പി എച്ച് ആണ് 7 വരുന്നത്. തെറ്റിക്കരുത്, 7 എഴുതി കളയരുത്. ആൻസർ 6.5 അല്ലെങ്കിൽ 6.8. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ. പി എച്ച് ഓഫ് ആൻ അസിഡിക് ബഫർ മിക്സ്ചർ ഇസ്. അസിഡിക് ബഫർ മിക്സ്ചറിൻ്റെ പി എച്ച്. നമ്മൾ അസിഡിക് ബഫർ പറഞ്ഞു, ബേസിക് ബഫർ പറഞ്ഞു അല്ലേ. അസിഡിക് ബഫർ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മളത് എഴുതിയിട്ടിട്ടുണ്ട് അല്ലേ. അസിഡിക് ബഫർ വീക്ക് ആസിഡും സാൾട്ട് ഓഫ് വീക്ക് ആസിഡും സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡ്, ആ വീക്ക് ആസിഡ് തന്നെ വേറൊരു സ്ട്രോങ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സാൾട്ടുമായിട്ട് കമ്പൈൻഡ് ആവും. അതാണ് അസിഡിക് ബഫർ. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് അതിൻ്റെ പി എച്ച് എത്ര ആണെന്നാണ്. പി എച്ച് എത്ര ആണെന്ന്. അപ്പോൾ നമുക്കറിയാം അസിഡിക് ബഫർ എങ്ങനെ ഫോം ചെയ്യുന്ന. അസിഡിക് ബഫർ എങ്ങനെ ഫോം ചെയ്യുന്ന, വീക്ക് ആസിഡും അല്ലേ, സാൾട്ട് ഓഫ് വീക്ക് ആസിഡും പിന്നെ അതിനോടൊപ്പം സ്ട്രോങ് ബേസ് അല്ലേ. അപ്പം ഈ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വേണ്ട, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ആണ്. ഓക്കെ, അതെ, അപ്പം 7ൽ കൂടുതലാണ് പ്ലസ്. വീക്ക് ആസിഡിന്റെ പി എച്ച് എങ്ങനെയാണ് വരുന്നത്, പി എച്ച് എന്തായാലും ലെസ് ദാൻ 7 ആണ്. കാരണം 0 മുതൽ 14 വരെയാണ് വരുന്നത്. അതിൽ 7 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നോർമലിൻ്റെത്. ഇങ്ങോട്ട് പോകുന്തോറും അസിഡിറ്റി കൂടി വരും. 7 കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ആണ്. അപ്പം എന്താ, വീക്ക് ആസിഡ് ആണെങ്കിൽ പി എച്ച് എന്തായാലും 7ൽ താഴെ വന്നേ പറ്റും. 7ൽ താഴെ, 7ന് മുകളിൽ. വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ പി എച്ച് എത്ര വരുമോ? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. 7 എന്തായാലും വരത്തില്ല, എന്തായാലും രണ്ടും കൂടെ ആഡ് ചെയ്യല്ലേ, വരത്തില്ല. 7.5, 7ഉം 7.5. ഇത് പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ആണ് അല്ലേ. ഇവിടെ പി എച്ച് ലെസ് ദാൻ 7 ആണ്. ഗ്രേറ്റർ ദാൻ 7 ആകുമ്പോൾ 7ൽ കൂടുതൽ. അപ്പോൾ 7ൽ കൂടുതലാകുമ്പോൾ എത്ര വേണമെങ്കിലും വഴി. ഇത് 7ൽ താഴെ ഇങ്ങും വരത്തില്ല. ഒരു പി എച്ച് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആണ്. അപ്പോൾ എന്തായാലും 4, 5, 6, 7, 5, 6, 7 ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, വീക്കിന് വരുന്നത്. 7 വരത്തില്ല, 6.9 വരെ, അത്രയും വരെയാണ് നമുക്ക് വീക്കിന് വരുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. അത് 7നോടൊപ്പം കൂട്ടുമ്പോൾ തന്നെ നമുക്ക് 12, 13, 14 ഒക്കെ വരും. അപ്പോൾ എന്തായാലും ഈ 3 ഓപ്ഷനും വരത്തില്ല. അപ്പം ആൻസർ എന്തുവാ, ഡിപ്പെൻഡ്സ് അപ്പോൺ Ka ഓഫ് ആസിഡ്. Ka എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ ആസിഡ്. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ബഫർ എന്ന് പറയുന്നത് അതിൻ്റെ പി എച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് Ka ആണ്. അത് അസിഡിക് ബഫർ ആയതുകൊണ്ടാണ് Ka എന്ന് പറഞ്ഞത്. ബേസിക് ബഫർ ആണെങ്കിൽ അതിനെ നമ്മൾ Kb എന്ന് പറയും. എന്താ Kaയും Kbയും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. Ka എന്ന് പറയുന്നത് ഒരു ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് Ka. ഫോർ എക്സാമ്പിൾ HCl എന്ന് പറയുന്ന ആസിഡ് ഇതെങ്ങനെ അയണൈസ് ചെയ്യുന്ന, H+ഉം Cl- ആയിട്ട് അല്ലേ. H+ഉം Cl- ആയിട്ട് അയണൈസ് ചെയ്യും. ഇതിൻ്റെ Ka എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ H+ ഇൻറ്റു Cl- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HCl. ഇതിനെ വിളിക്കുന്ന പേരാണ് Ka. അതായത് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ HCl. ഇതിനെ വിളിക്കുന്ന പേരാണ് Ka. Kb എന്ന് പറയുമ്പോൾ HCl പോലെ ഒരു ബേസ് എടുക്കും, എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റ്. നമ്മൾ മറ്റേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതില്ലേ, അതേ കണക്ക്. ഇതാണ് Kaയും Kb. അപ്പോൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ബഫർ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ പി എച്ച് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അസിഡിക് ബഫർ ആണെങ്കിൽ Ka എന്ന് പറയുന്ന ആളെയും, ബേസിക് ബഫർ ആണെങ്കിൽ Kb. K എന്താ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ ആസിഡ്. എന്താ Kb, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ ബേസ്. അതിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഇൻ ദി ഫോളോയിങ്.
ഇതിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എന്നാണ് നമുക്ക് എപ്പോഴും അറിയാവുന്നത്. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആരാണെന്നാണ്, H2SO4 എന്നാണ്. പക്ഷെ തെറ്റാണ്. H2SO4 ഞാൻ ഇവിടുത്തെ സ്ട്രെങ്ത് എഴുതാം. H2SO3 ആണ് ഏറ്റവും അസിഡിറ്റി കുറഞ്ഞ ആൾ, ഓപ്ഷൻ ഡി. അതിനെക്കാട്ടിയും അസിഡിറ്റി കൂടിയ ആളാണ് H2SO4. അതിനെക്കാട്ടിയും കൂടിയ ആളാണ് HClO3. അതിനെക്കാട്ടിയും കൂടുതലാണ് HClO4. ഹൈപ്പോക്ലോറസ് ആസിഡ് ഹൈലി സ്ട്രോങ് ആണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എന്ന് പറയുന്നത് HClO4 ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ വഴിയുള്ളൂ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് എടുത്തേക്കുന്നത്. നമ്മൾ HClO4 ആണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. HClO4 ആബ്സെൻ്റ് ആണെങ്കിൽ HClO3 എന്ന് പറഞ്ഞ് എഴുതും. അത് രണ്ടും അല്ലെങ്കിൽ പിന്നെ H2SO4 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് H2SO3 എടുത്തോളൂ. സോ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് HClO4 ആണ്, ഹൈപ്പോക്ലോറസ് ആസിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is least likely to behave as Lewis base? ഇതിൽ ആരാണ് ലുവിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം കുറവുള്ള ആൾ? ലീസ്റ്റ് ലൈക്ലി ആണ്, ഏറ്റവും കുറവ്, ഇഷ്ടം താല്പര്യമില്ല. അതായത് ലുവിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, അയാൾ ആരാണ്? അപ്പൊ ലുവിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അയാൾ ലുവിസ് ആസിഡ് ആയിരിക്കും. ലുവിസ് ആസിഡ്, ലുവിസ് ബേസ് രണ്ടാണ്. അപ്പൊ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ലുവിസ് ആസിഡ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ആരാണ് ലുവിസ് ആസിഡ് എന്ന് നോക്കിയാൽ മതി. ഒറ്റ കാര്യം, നമ്മൾ ലുവിസ് ആസിഡും ലുവിസ് ബേസിന്റെയും കൺസെപ്റ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ലുവിസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണ് അല്ലേ? ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡോണർ ആണ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററിനെ ആസിഡ് എന്നും ഇലക്ട്രോൺ പെയർ ഡോണറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബേസ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഈ ആസിഡ് ബേസ് ഇതിനെ എങ്ങനെ തിരിച്ചറിയാം? ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബേസ് ആണെങ്കിൽ ലുവിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അയാളുടെ കയ്യിൽ ലോൺ പെയർ ഉണ്ടായിരിക്കണം. ലോൺ പെയർ ഉള്ള എല്ലാവരും ലുവിസ് ബേസ് ആണ്. നെഗറ്റീവ് ചാർജ് വരുന്ന എല്ലാവരും ലുവിസ് ബേസ് ആണ്. ലോൺ പെയർ ഉള്ള എല്ലാവരും ലുവിസ് ബേസ് ആണ്. നെഗറ്റീവ് ചാർജ് വരുന്ന എല്ലാവരും ലുവിസ് ബേസ് ആണ്. എന്നാൽ ആസിഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പോസിറ്റീവ് ചാർജ് വരണം. പോസിറ്റീവ് ചാർജ് വരുന്ന ആൾക്കാരെല്ലാം ലുവിസ് ആസിഡ് ആണ്. രണ്ട്, ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാത്ത ആൾക്കാർ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാത്ത, അതായത് ഔട്ടർമോസ്റ്റ് ബോണ്ട് ഫോം ചെയ്തു, അതായത് മോളിക്യൂൾ ആണ്, അതിൻ്റെ ബോണ്ടുകളുടെ എണ്ണം എടുത്തു, ഇലക്ട്രോണിൻ്റെ എണ്ണം 8-ൽ താഴെ വരുന്ന ആൾക്കാർക്ക് എന്താ ലുവിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒക്ടറ്റിനെക്കാട്ടിയും കൂടിയ ആൾക്കാർ, എക്സാമ്പിൾ PCl5, SF6 ഇവർ, ഈ ആൾക്കാരൊക്കെ എന്താണ് ലുവിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. എക്സാമ്പിൾ ശ്രദ്ധിച്ചോണേ. BeCl2 ബെറിലിയം ക്ലോറൈഡ്, ഇത് ലുവിസ് ആസിഡ് ആണോ ലുവിസ് ബേസ് ആണോ എന്ന് ക്വസ്റ്റ്യൻ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ലുവിസ് ആസിഡ് ലുവിസ് ബേസ് കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോറി ബ്രോൺസ്റ്റഡ് അറീനേസ് ഈ കൺസെപ്റ്റ് വെച്ചിട്ട് പറയാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ എന്താ ലുവിസ് ആസിഡ് ലുവിസ് ബേസ് കൺസെപ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പം BeCl2 ഇത് ലുവിസ് ആസിഡ് ആണോ ലുവിസ് ബേസ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലുവിസ് ആസിഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതാണ് കുറച്ചും കൂടി എളുപ്പം. BeCl2 ബെറിലിയത്തിന് ചുറ്റും 2 ക്ലോറിൻ, ക്ലോറിന് ഒരു ബോണ്ടാണ് ഫോം ചെയ്യാൻ പറ്റുന്നത് അല്ലേ? നമുക്കറിയാം ഓക്സിജന് 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, നൈട്രജന് 3 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഈ ഓക്സിജൻ ഫാമിലിയിൽ വരുന്നവർക്കെല്ലാം 2 ബോണ്ടാണ്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ഇവരെല്ലാം 2 ബോണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് അവരെല്ലാം 3 ബോണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാം 1 ബോണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്ലോറിനാണ്. ക്ലോറിൻ 2 ക്ലോറിൻ 2 ബോണ്ട്, ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ, ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺ, 2 ബോണ്ട് ആകുമ്പോൾ 4 ഇലക്ട്രോൺ. അപ്പോൾ ബെറിലിയത്തിന് ചുറ്റും 4 ഇലക്ട്രോണേ ഉള്ളൂ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല. ഒക്ടറ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ 8 ഇലക്ട്രോൺ വേണം. അപ്പം BeCl2 ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാത്ത ആളാണ്, അതുകൊണ്ട് അയാൾ ലുവിസ് ആസിഡ് ആണ്. ഓക്കെ, ഇതാ
BCl3. ബോറോണ് ചുറ്റും 3 ക്ലോറിൻ, 3 ക്ലോറിൻ 3 ബോണ്ട്, 3 ബോണ്ട് ആകുമ്പോൾ ഒരു ബോണ്ടിൽ 2, 3 ബോണ്ട് ആകുമ്പോൾ 6 ഇലക്ട്രോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഇയാളും എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. ദെൻ NH3 നൈട്രജൻ, നൈട്രജൻ ചുറ്റും 3 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ 3 ബോണ്ട്, 6 ഇലക്ട്രോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. പക്ഷേ നൈട്രജന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അയാൾ ലൂയിസ് ആസിഡ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, പക്ഷെ അയാളുടെ കയ്യിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ബേസ് ആയിരിക്കും. കാരണം ലോൺ പെയർ വരുന്ന ആരായാലും, അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയാലും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിലും അയാൾ എന്തായിരിക്കും? ലൂയിസ് ബേസ് ആയിരിക്കും. അപ്പം ലോൺ പെയർ ഉള്ളവരെല്ലാം ലൂയിസ് ബേസ് ആണ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. OH മൈനസ് മൈനസ് ചാർജ് വരുന്ന ആൾക്കാർ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന? ബേസ്. അപ്പോൾ ഇത് ബേസ് ആണ്. നമ്മൾ ചോദിക്കുന്നത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആളല്ല, ലീസ്റ്റ് ലൈക്ലി ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ ആസിഡിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. H2O ഓയുടെ കയ്യിൽ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉണ്ടെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ഓയ്ക്ക് ചുറ്റും 2 ഹൈഡ്രജൻ 2 ബോണ്ട് 4 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, പക്ഷെ ലോൺ പെയർ ഉള്ളത് കൊണ്ട് അയാൾ ബേസ് ആണ്. ബേസ്. NH3 നൈട്രജന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇതും ബേസ് ആണ്. BF3 ബോറോണിന്റെ കയ്യിൽ ലോൺ പെയർ ഇല്ല. എങ്ങനെ മനസ്സിലായി ലോൺ പെയർ ഉണ്ട് ലോൺ പെയർ ഇല്ല എന്ന്? അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട്. എങ്ങനെ മനസ്സിലായി ലോൺ പെയർ ഉണ്ട് ലോൺ പെയർ ഇല്ല എന്ന്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ലോൺ പെയർ ഉണ്ട് ലോൺ പെയർ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്? ഇനി അതൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കേണ്ട, സിമ്പിളാണത്. എങ്ങനെ മനസ്സിലാക്കാം ലോൺ പെയർ ഉണ്ട് ലോൺ പെയർ ഇല്ല എന്നുള്ളത്? ഇവിടെ നോക്കിക്കോളാം. ഞാൻ ആദ്യം NH3യുടെ കേസ് പറയാം. അല്ല, ആദ്യം NH3 പറയാം. NH3 ഇതിൽ സെൻട്രൽ ആറ്റം ആരാ? നൈട്രജൻ ആണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ എത്ര? 7. 7ാമത്തെ ആളാണ് നൈട്രജൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5. 2,5 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 5ൽ 3 എണ്ണം മാത്രമേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. കാരണം 3 NH3 വരുന്നുള്ളൂ. ബാക്കി 2 എണ്ണം ഫ്രീ ആണ്. അതൊരു ലോൺ പെയർ ആണ്. ഫ്രീ ആയിട്ട് നിൽക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. അപ്പോൾ NH3യിൽ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. കാരണം നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ലോൺ പെയർ കണ്ടുപിടിക്കുന്നത് അങ്ങനെ. നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ മാത്രമേ നോക്കാവൂ 5. 5ൽ 3 എണ്ണം ഹൈഡ്രജനുമായിട്ട് പോയി. ബാക്കി 2 എണ്ണം മീൻസ് ഒരു പെയർ. അപ്പോൾ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. പിന്നെ നമ്മൾ എക്സാം പഠിച്ച BCl3 അല്ലേ? ബോറോൺ അറ്റോമിക് നമ്പർ 5, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 3. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. ആ 3 എണ്ണവും ആര് വന്ന് കൊണ്ടുപോകും? ക്ലോറിൻ വന്ന് കൊണ്ടുപോകും. പിന്നെ ഔട്ടർ മോസ്റ്റിൽ വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അയാളുടെ കയ്യിൽ ലോൺ പെയർ ഇല്ല. അങ്ങനെയാണ് ലോൺ പെയർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പം NH3 നിങ്ങളിപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല എന്നും പറഞ്ഞ് ഉടനെ അതിനെ ആസിഡാക്കി എഴുതി വെക്കരുത്. അതിനകത്ത് ലോൺ പെയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ആസിഡാണോ എന്ന് എഴുതാവൂ കേട്ടോ. ഇപ്പോൾ H2O ഓയ്ക്ക് ചുറ്റും 2 ഹൈഡ്രജൻ 2 ബോണ്ട് 4 ഇലക്ട്രോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല എന്നും പറഞ്ഞ് ഉടനെ ആസിഡാണെന്നും പറഞ്ഞ് എഴുതി വെക്കരുത്. ചെക്ക് ചെയ്ത് നോക്കണം ലോൺ പെയർ ഉണ്ടോ എന്ന്. O അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. ഔട്ടർ മോസ്റ്റിൽ 6 എണ്ണം. അതിൽ 2 എണ്ണം മാത്രമേ ഹൈഡ്രജൻ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി 4 എണ്ണം ഉണ്ട്. അപ്പം 4 എണ്ണം ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. ലോൺ പെയർ ഉണ്ട്. അപ്പോൾ അത് ബേസ് ആണ്. BF3 ബോറോണ് ചുറ്റും 3 ഫ്ലോറിൻ, ഒരു ഫ്ലോറിൻ 2 ബോണ്ട്, 3 ഫ്ലോറിൻ ആകുമ്പോൾ 6 ഇലക്ട്രോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. പിന്നെ നോക്കേണ്ടത് ലോൺ പെയർ ഉണ്ടോയെന്നാണ്. നമ്മൾ എഴുതി കഴിഞ്ഞു ബോറോണിൻ്റെ കയ്യിൽ ലോൺ പെയർ ഇല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലൂയിസ് ആസിഡ് ആണോ ലൂയിസ് ബേസ് ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ലൂയിസ് ആസിഡ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് വരുന്ന ആൾക്കാർ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാത്ത ആൾക്കാർ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇവിടെ 2 പേരും PCl5 SF6. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ആസിഡും ആകാം ബേസും ആകാം. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല എന്നാൽ ഇൻകംപ്ലീറ്റ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, ലോൺ പെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ആസിഡ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയാലും കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിലും ഇനി ഒക്ടറ്റിനെ കാട്ടി കൂടുതൽ വന്നാലും ലോൺ പെയർ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താ? ബേസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഹൈഡ്രേറ്റ്സ് ആക്ട് ആസ് എ ലൂയിസ് ആസിഡ്? ഇതിൽ ആരാണ് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്താണ് കാരണം നമുക്ക് നോക്കാം ലോൺ പെയർ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവരെന്തായിട്ട് ആക്ട് ചെയ്യും? ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ.
ആദ്യം CH4 തന്നെ ചെക്ക് ചെയ്യാം. കാർബണ് ചുറ്റും 4 ഹൈഡ്രജൻ, 1 ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ, 4 ഹൈഡ്രജൻ ആകുമ്പോൾ 8 ഇലക്ട്രോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഇനി ലോൺ പെയർ വല്ലതും ഉണ്ടോ? ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ലോൺ പെയർ കാർബൺ, അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 4, ഔട്ടർ മോസ്റ്റിൽ 4 പോയി. അപ്പം ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, ലോൺ പെയറും ഇല്ല, അപ്പം ആസിഡും അല്ല ബേസും അല്ല. രണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, വിട്ടേക്ക്, രണ്ടും അല്ല. NH3 നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, അപ്പോൾ ഇത് ബേസ് ആണ്, ബേസ്. H2 ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കയ്യിൽ ഓക്സിജൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, ബേസ് ആണ്. പിന്നെ B2H6 ഡൈബോറൈൻ, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത് BH3. ഇതിലെ ബോറോണിൻ്റെ ചുറ്റുമുള്ള ഹൈഡ്രജൻ ഇത് ബനാന ബോണ്ടാണ്, 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാത്ത ആളാണ്, കാരണം ബനാന ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി മൂലം 3 സെൻറ്ററും 2 ഇലക്ട്രോൺ ബോണ്ടുമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒക്ടറ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആളാണ്, ലോൺ പെയറും ഇല്ല. ആൻസർ വരുന്നത് B2H6 ആണ്. പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക, B2H6 ഡൈബോറൈൻ എന്ന് പറയുന്നത് ഒരു ലൂയിസ് ആസിഡാണ്, ഒക്ടറ്റ് ഇൻകംപ്ലീറ്റ് ആണ്, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ. അമോണിയം അയോൺ ഈസ് conjugate acid, conjugate base, then neither an acid nor a base, both acid and base. Okay, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അമോണിയം അയോൺ NH4+, ഇയാള് കോഞ്ചുഗേറ്റ് ആസിഡ് ആണോ, കോഞ്ചുഗേറ്റ് ബേസ് ആണോ? കോഞ്ചുഗേറ്റ് ആസിഡും കോഞ്ചുഗേറ്റ് ബേസും അല്ല, ആസിഡും ബേസും ആണ്. ഇതുണ്ടോ, ഇത് ഇവിടെ നമ്മുടെ ജസ്റ്റ് ആസിഡും ബേസും ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ, കോഞ്ചുഗേറ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം NH4+ എടുക്കാം. NH4+ന് ഇനിയൊരു H+നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, NH4+ന് ഇനിയൊരു H+നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, NH4+ൻ്റെ കൂടെ H+നെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് കോഞ്ചുഗേറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനത് എടുക്കാം, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോഞ്ചുഗേറ്റ് ആസിഡ് ആണോ കോഞ്ചുഗേറ്റ് ബേസ് ആണോ എന്നാണ്. അപ്പം H+നെ ആഡ് ചെയ്താൽ, നമുക്ക് തന്നിരിക്കുന്ന ആളോടൊപ്പം H+നെ ആഡ് ചെയ്യാൻ പറ്റിയാൽ അയാൾ കോഞ്ചുഗേറ്റ് ആസിഡിനെ തരുന്ന ആളാണ്, അതിനർത്ഥം അയാൾ ബേസ് ആണ്. തന്നിരിക്കുന്ന ആളിൽ നിന്ന് H+നെ കളയാൻ പറ്റിയാൽ അയാൾ കോഞ്ചുഗേറ്റ് ബേസിനെ തരുന്ന ആളാണ്, അയാൾ എന്താ, ആസിഡാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, H+നെ കളയുവാണോ H+നെ മേടിക്കുകയാണോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ആസിഡ് ആണെങ്കിൽ അയാൾ കോഞ്ചുഗേറ്റ് ബേസിനെ തരും, അതിന് ആസിഡിൽ നിന്ന് H+നെ മൈനസ് ചെയ്യും. ബേസ് ആണെങ്കിൽ അവർ കോഞ്ചുഗേറ്റ് ആസിഡിനെ തരും, അതിന് ബേസിനോടൊപ്പം H+നെ ആഡ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ ഈ തന്നിരിക്കുന്ന ആൾ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, എക്സോ വൈ എന്തോ സംതിങ് എനിക്കറിയില്ല, അയാളോടൊപ്പം എനിക്ക് H+നെ ആഡ് ചെയ്ത് ഒരാളെ കിട്ടിയാൽ, H+നെ ആഡ് ചെയ്യുമ്പോൾ ഒരാളെ കിട്ടുമല്ലോ, അയാൾ അങ്ങനെ ഒരാൾ കിട്ടുന്ന ഒരാൾ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ H+നെ ആഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്ന? കോഞ്ചുഗേറ്റ് ആസിഡിനെ തരും, അതിനർത്ഥം ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇയാൾ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ കോഞ്ചുഗേറ്റ് ആസിഡിനെ തരുന്ന ആളാണ്, അയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബേസ് എന്ന് മാത്രം പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്തില്ല, അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. ഇനി ഇയാളിൽ നിന്ന് ഞാൻ H+നെ മൈനസ് ചെയ്താൽ, ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് കോഞ്ചുഗേറ്റ് ബേസ് ആണ്, കോഞ്ചുഗേറ്റ് ബേസ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഇത് രണ്ടും അയാൾക്ക് തരാൻ പറ്റിയാൽ അയാൾക്ക് ആസിഡുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ബേസുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേതാണ് അയാൾക്ക് പോസിബിലിറ്റി എന്ന്. NH4+നോടൊപ്പം ഒരു H+നെയും കൂടെ ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് NH4നോടൊപ്പം ഒരു H വരുമ്പോൾ NH5, ഈ പ്ലസും കൂടെ ചേർന്ന് 2+, NH5 2+. അങ്ങനെ ഒരാൾ എക്സിസ്റ്റിംഗ് അല്ല, അതിനർത്ഥം അയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല? കോഞ്ചുഗേറ്റ് ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനർത്ഥം അയാൾ എന്തല്ല? ബേസ് അല്ല, അയാൾ ബേസ് അല്ല. സോ
എയും ആൻസർ വരത്തില്ല, ഡിയും ആൻസർ വരത്തില്ല. ഇനി NH4+ നിന്ന് ഒരു H+നെ കളഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് N, ഇവിടെ നിന്ന് H പോകുമ്പോൾ NH3, H+നെ അല്ലേ കളയുന്നത്, അപ്പോൾ ഇവിടുത്തെ പ്ലസും പോവും ഒരു Hഉം പോവും, അപ്പോൾ NH3 കിട്ടും. NH3 എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ അയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? കോൺജുഗേറ്റ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. കോൺജുഗേറ്റ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസിഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. കാരണം ഇത് വരത്തില്ല, കാരണം ഇത് ഓരോ ഓപ്ഷൻ തെറ്റാണല്ലോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതിനകത്ത് അമോണിയം അയോൺ NH4+, ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? കോൺജുഗേറ്റ് ബേസ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യൂ. അതിനർത്ഥം NH4+ ഒരു ആസിഡാണ്. അയാൾക്ക് H+നെ കളയാനേ പറ്റൂ, വേദിക്കാൻ ഇനി പറ്റത്തില്ല. ഇത് രണ്ടും പറ്റുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസ് പറയാം. ഒരു എക്സാമ്പിളാണേ, OH- ജസ്റ്റ് എന്നാണ്. ഈ OH- ഞാൻ H+നെ ആഡ് ചെയ്യുന്നു. സോറി, OH- അല്ല, H2. ഇയാൾ ഈ H2നോടൊപ്പം ഞാനൊരു H+നെ ആഡ് ചെയ്യുന്നു. H+നെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്ന? കോൺജുഗേറ്റ് ആസിഡ്. അതിനർത്ഥം ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇയാളിൽ നിന്ന് ഞാനൊരു H+നെ കളഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് ബേസ് കിട്ടും. CB, കോൺജുഗേറ്റ് ബേസ്, കോൺജുഗേറ്റ് ആസിഡ് C. അതിനർത്ഥം ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസിഡായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് നോക്കാം ഇത് രണ്ടും ഇയാൾക്ക് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, നോക്കാം. H2നോടൊപ്പം ഒരു H+ ആഡ് ചെയ്ത് എന്ത് കിട്ടും? H3O+. ഇങ്ങനെ ഒരാൾ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? കോൺജുഗേറ്റ് ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതിനർത്ഥം ഇയാൾ ഒരു ബേസ് ആണ്, അതായത് H2 ഒരു ബേസ് ആണ്. ഇനി H2നോടൊപ്പം H+ ആഡ് ചെയ്ത് എന്ത് കിട്ടും? സോറി, H+ മൈനസ് ചെയ്ത് എന്ത് കിട്ടും? OH- എന്ന് കിട്ടും. ഇവിടുന്ന് ഒരു H+ പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു H പോകും, ബാക്കി OH മാത്രമാവും. പ്ലസ് പോയതുകൊണ്ട് മൈനസ് ചാർജ് വരും, OH-. ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റിംഗ് ആണല്ലോ. അതിനകത്ത് ഇയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? കോൺജുഗേറ്റ് ബേസ്. അതിനകത്ത് ഇയാൾ എന്താണ്? ആസിഡാണ്. അപ്പോൾ വാട്ടറിന് എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ആസിഡുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ബേസുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. കോൺജുഗേറ്റ് ആസിഡും ഉണ്ട്, കോൺജുഗേറ്റ് ബേസും ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. തന്നിരിക്കുന്ന മോളിക്യൂൾ ഏതാണോ നോക്കുക, അതിനനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബേസ് ആണ്. കാരണം NH4+ നിന്ന് H+നെ കളയാനേ പറ്റൂ, H+നെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. H+നെ ആഡ് ചെയ്താൽ കോൺജുഗേറ്റ് ആസിഡ് ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് H+നെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, H+നെ കളയാനേ പറ്റും. അപ്പോൾ അയാൾക്ക് കോൺജുഗേറ്റ് ബേസ് ആണുള്ളത്. ഇനി കോൺജുഗേറ്റ് ബേസ് എന്ന് ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ പകരം എന്താണെന്ന് എഴുതാം? ആസിഡ് എന്നുള്ള ആൻസർ ടിക്ക് ചെയ്യുക. കാരണം കോൺജുഗേറ്റ് ബേസ് തരുന്നത് ആരാണ്? ആസിഡാണ്. കോൺജുഗേറ്റ് ബേസ് തരുന്നത്. ഓക്കെ.